സോ ഹലോ ഗൈസ്, നാളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ബസ് കണ്ടക്ടറിനോടൊപ്പം യൂട്യൂബറിന്റെ ഭാര്യയായിട്ടുള്ള മേഘ ഒളിച്ചോടി പോയിട്ടുള്ള വിവരം ഇതിനോടകം തന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഒരു ദിവസം തുടക്കം, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചർച്ചയായിക്കൊണ്ടിരുന്ന വിഷയവും ഇത് തന്നെയായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഇന്നും യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവേണ്ട വിഷയവും ഇത് തന്നെയാണ്. അതായത് ഈ മേഘ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചേച്ചി ഇപ്പോൾ ഒളിച്ചോടിയത് കൊണ്ട് ചേച്ചിക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള നാണക്കേട് കിട്ടും, ഓക്കെയാണ്, അത് ചേച്ചി അർഹിക്കുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിഷ്കളങ്കനായിട്ടുള്ള ആ അഖിലന്നാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരൻ എന്തുമാത്രം വേദനയായിരിക്കും ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ എന്നൊരു പബ്ലിക് പ്ലാറ്റ്ഫോം, യൂട്യൂബ് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും മറ്റ് ഏത് പബ്ലിക് പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതലായിട്ടും ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇത് തന്നെയാണ്. കുറേ ആളുകൾ ഈ ഒരു അഖിലന്നാടി എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ കുത്തി നോവിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. എത്ര ആൾക്കാരാണ് ഈ ഹറാസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറ്റപ്പെടുത്തേണ്ട ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘയില്ലയോ. അതായത് ഈ ഒരു പുള്ളിക്കാരൻ അഖിലന്നാടി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരനാണെങ്കിൽ ഉറങ്ങുന്ന സമയമൊന്നുണ്ട് ഒരു ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല, വീട്ടിലിട്ടുകൊണ്ടിരുന്ന അതേ ഡ്രസ്സ് കൊണ്ടാണ് ഓടിയിട്ടുള്ളത്. കൂടാതെ 4 സഞ്ചിയും ബാഗും സംഭവങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ചേച്ചി ഓടുന്ന വീഡിയോ ദൃശ്യം അടക്കം പുറത്ത് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഓരോരുത്തരും ഈ വീഡിയോ എല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇത്രത്തോളം ആ ഒരു പുള്ളിക്കാരനോട് ഇത്രയും ക്രൂരത ചെയ്യാൻ വേണ്ടി ചേച്ചിക്ക് എന്താണ് ആ ഒരു വീട്ടിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ളത്? ആ ഒരു പുള്ളിക്കാരൻ വഴക്ക് പറയുന്ന പോലും തോന്നുന്നില്ല. കാരണം നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു വിക്കി തഗ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ ഇന്നലെ ഓൾറെഡി വീഡിയോ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അഖിലന്നാടിയുടെ കൂടെ പഠിച്ചിട്ടുള്ളതാണ് വിക്കി തഗ്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരനാണെങ്കിൽ വ്യക്തമായിട്ട് അഖിലന്നാടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ, ആ ഒരു പുള്ളിക്കാരൻ്റെ വ്യക്തിത്വത്തെ ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പുള്ളിക്കാരൻ എങ്ങനെയാണ് അധികം ആൾക്കാരുടെ സംസാരിക്കത്തില്ല, എല്ലായിടത്തും സംസാരിക്കുന്ന ആളുടെ അടുത്ത് അത്രത്തോളം ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കത്തുള്ളൂ എന്നൊക്കെ രീതി നല്ല രീതിക്ക് സംസാരിച്ചിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കേണ്ടത്, ആ ഒരു വീട്ടിൽ ഒരു സംഭവം നടക്കാൻ സാധ്യതയില്ല. പുള്ളിക്കാരി പൊന്നുപോലെ തന്നെയാണ് ആ ഒരു പുള്ളിക്കാരൻ നോക്കുന്നത്. എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും അവിടെ എല്ലാം കൂടെ കൊണ്ടുപോകുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പിന്നെ ഇത്രത്തോളം ഒരു ക്രൂരത ചേച്ചി എന്തിനു ചെയ്തു അറിയാത്തതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പം മേഘയെക്കാളും കൂടുതലായിട്ടും സൈബർ ബുള്ളിങ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഖിലന്നാടിക്ക് തന്നെയാണ്. ഇപ്പം നിലവിൽ വന്നിട്ടുള്ള ഒരു വൃത്തികെട്ടവൻ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിഷമമുണ്ട്. ഓരോ ആൾക്കാർ കമന്റ് ഇട്ട് വേദനിപ്പിക്കുന്നത് കൂടാതെ ഇപ്പോൾ പോസ്റ്റും കൂടെ ഇടുവന്നു. അവൻ്റെ അക്കൗണ്ട് സഹിതം ഞാൻ കാണിച്ചു തരാം. പോസ്റ്റ് ഇങ്ങനെയാണ്: ഭാര്യ ഒരു ബസ് കണ്ടക്ടറിന്റെ കൂടെ ഒളിച്ചോടിയ മനോവിഷമത്തിൽ ജീവൻ ഒടുക്കി പ്രശസ്ത യൂട്യൂബർ അഖിലന്നാടി, വയസ്സ് 30 വയസ്സ്. ഇവിടെ നിനക്ക് എന്തുവാടാ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ ഒരു അവസ്ഥ വന്നോളാം. ഇതൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും പേര് കുറ്റം പറയുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പുള്ളിക്കാരൻ പൊന്നു പോലെയാണ് ആ ചേച്ചിയെ നോക്കിയിട്ടുള്ളത്. ഇപ്പം നല്ല വിഷമമുണ്ട്, ഇല്ലെന്നല്ല നമ്മൾ പറയുന്നത്, നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. 2 വർഷമായിരുന്നു ഇവരുടെ കല്യാണം മറ്റേ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഫാമിലി നിന്നിട്ടുള്ളൊരു മെമ്പറാണ് പുള്ളിക്കാരൻ പൊന്നുപോലെ നോക്കിയ ഭാര്യയാണ്. അത് കൂടാതെ തന്നെ പുള്ളിക്കാരനെങ്കിൽ ഉറങ്ങിക്കിടന്ന സമയമാണ് ചേച്ചി ഒളിച്ചോടിയിട്ടുള്ളത്. പരസ്പരം നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്നും നോക്കാതെ നിങ്ങൾ ഒളിച്ചോടിയിട്ടുള്ളത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ഉറച്ചു തന്നെ പറയും. ഷാഹലയുടെ ഒരു ഇഷ്യൂ കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്ത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തി റിയാക്ഷൻ ചെയ്തിട്ടുള്ളതാണ്. ശേഷമാണ് ഈ ഇൻസിഡന്റ് നടന്നിട്ടുള്ളത്. അതങ്ങനെ ഷാഹലയുടെ ഇഷ്യൂ കേട്ട് കാണത്തില്ല ചേച്ചി. ആ ഒരു സമയം ഇത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. സ്വർണ്ണവും സംഭവങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോയി കാണുമല്ലോ. ഷാഹലയുടെ കേസിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഇത്രയൊരു പവൻ കൊണ്ടുപോയി, എത്ര 13 പവൻ അങ്ങനെ മറ്റു സ്വർണ്ണം കൊണ്ടുപോയി അത് വിൽക്കാൻ പറഞ്ഞ് നിരന്തരം ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ്. ഇനി ഈ ഒരു സ്വർണ്ണം തീരുമ്പോൾ ചേച്ചി തിരിച്ചു കൊണ്ടുവിടത്തില്ലെന്ന് എന്താണ് ഉറപ്പ്? നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഇതേപോലുള്ള ന്യൂസ്. ഒരു ബസ് കണ്ടക്ടറിന്റെ കൂടെയാണ് ഒളിച്ചോടി പോയിട്ടുള്ളത്. ഉറപ്പായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിന് താഴെ ആ പോസ്റ്റിന് താഴെ നിങ്ങൾ നോക്കിക്കോണം, ആദരാഞ്ജലികൾ കൊടുത്തിരിക്കുകയാണ് ഈ വൃത്തികെട്ടവൻ. ആരാണ് നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്തെന്ന്? ഒരിക്കലും അങ്ങനെ ചെയ്തെന്ന് തോന്നില്ല. പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യാൻ നമ്മളൊരു സമ്മതിക്കുന്നുണ്ട്. നമ്മൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത് പുള്ളിക്കാരൻ്റെ കൂടെ തന്നെ കാണും. ഇതേകൂടെയുള്ള വൃത്തികെട്ടവന്മാർ കാണുമ്പോഴാണ്, അതായത് ഇതേകൂടെയുള്ളവന്മാർ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ഈ ഒരു പാവ ഒരു പുള്ളിക്കാരൻ അത്രയും വിഷമത്തിലിരിക്കുമ്പോൾ വീണ്ടും ഇവന്മാർ ഇഞ്ചിഞ്ചാണ് എന്ത് പറയുന്നത്, ശവന്തിന്നികൾ എന്നൊക്കെ വിളിക്കണമല്ലോ. ഇവന്മാർ തന്നെയാണ് ശവന്തിന്നികൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വിഷമിച്ചിരിക്കുന്ന ഒരാളെ വീണ്ടും കുത്തി നോവിക്കുവാണ്. ഹാഷ്ടാഗ് കൊടുത്തേക്കുന്നത് നോക്ക്, #അഖിലന്നാടി, #RIP മേഘ അഖിലന്നാടി. ആദരാഞ്ജലികൾ അർപ്പിച്ചേക്കുന്ന ആ ഒരു പുള്ളിക്കാരന് മാക്സിമം നമ്മളിപ്പോൾ ശക്തി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. മാക്സിമം നമ്പറുള്ള എല്ലാവരും വിളിച്ച് ആശ്വസിപ്പിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് വീണ്ടും നീയൊക്കെ ഒരു പുള്ളിക്കാരനെ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കാം, അതിന്റെ പീക്ക് ലെവലിൽ നിന്നാണ് കളിയാക്കുന്നത്. ഇവന്റെ ഒരു ഫേസ്ബുക്ക് ID സംഭവങ്ങളും എല്ലാം ഞാൻ സൈഡിൽ കൊടുക്കാം. ഹിലാൽ ബിൻ ഉമർ എന്നാണ് ഇവന്റെ ഈ ഒരു ഫേസ്ബുക്കിന്റെ ID കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമമുണ്ട്. ഇവന്റെ ID ഉറപ്പായിട്ടും അടിച്ചു കളയണം എല്ലാവരും. മാക്സിമം ഈ വീഡിയോ കാണുന്ന എല്ലാവരും, ഫേസ്ബുക്കുള്ള എല്ലാവരും പോയി അവന്റെ അക്കൗണ്ട് റിപ്പോർട്ട് അടിച്ച് കളയണം. ഇല്ലാത്ത വ്യാജ ന്യൂസ് പ്രചരിപ്പിക്കുന്നു, ഒരു മനുഷ്യരെ കുത്തി നോക്കിയാവുന്നതിന്റെ പരമാവധി കുത്തി നോവിക്കുന്നു. ഉറപ്പായിട്ടും ഇവന്റെ അക്കൗണ്ട് അടിച്ച് കളയുക തന്നെ വേണം. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര രീതിക്കുള്ള മാക്സിമം സൈബർ അറ്റാക്ക് കൊടുത്തിരിക്കുക തന്നെ വേണം. ഇവനൊക്കെ അനുഭവിക്കണം. ഒരു അക്കൗണ്ട് എടുത്ത് വെച്ച് അവൻ്റെ ഫോട്ടോ സഹിതം കൊടുത്തിട്ടുള്ള അക്കൗണ്ടിലാണ് ഇങ്ങനത്തെ വൃത്തികേടുകൾ എഴുതിയിടുന്നത്.
ഇവനെ സത്യം പറഞ്ഞെങ്കിൽ നിയമ നടപടിക്ക് വിടണം. ഉറപ്പായിട്ട് വ്യാജ ന്യൂസ് പ്രചരിച്ചതിൻ്റെ പേര് അഖിലനാടി വീഡിയോ കാണുമായിരിക്കുമല്ലോ. ഈ സംഭവം ഇനി ഉറപ്പായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം ആൾക്കാർ കാണിക്കുക. അഖിലനാടി കണ്ട ഉറപ്പായിട്ട് ഇതിൻ്റെ പുറകെ നിയമ നടപടിയായിട്ട് തന്നെ മുൻപോട്ട് പോകണം എന്നേ നമ്മൾ പറയത്തുള്ളൂ. പിന്നെ ഇട്ടിട്ടുള്ളതാണ് ന്യൂസ് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാധ്യമം, സോഷ്യൽ മാധ്യമമാണ്, ലോക്കൽ മീഡിയ ആണ്. ആ ഒരു മീഡിയ ഇട്ടിട്ടുള്ള പോസ്റ്റാണ് ഇവരുടെ രണ്ടുപേർ അഖിലനാടിയുടെ മേഘയുടെ ഫോട്ടോ കൊടുത്തിട്ട് മേഘയുടെ രണ്ടാം വിവാഹം അഖിലിൻ്റെ ആദ്യത്തെയും ഇത് തന്നെയാണോ പണി എന്ന് ആരാധകൻ ഏത് ആരാധകരാണ് ചോദിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ കാര്യമാണ്. ഓക്കെ, മേഘയ്ക്ക് അങ്ങനെ പോകണമെങ്കിൽ പൊക്കോ, നമ്മളെ ബാധിക്കുന്നതല്ല, മേഘ തന്നെയാണ് ഇതിൻ്റെയൊക്കെ അനുഭവിക്കുന്നത്. പക്ഷേ ആ പുള്ളിക്കാരൻ എന്ത് പഠിച്ചു? സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല ഹൈപ്പിൽ നിന്നിട്ടുള്ളതാണ്. ഓൾറെഡി 2 പടവും മറ്റും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടനായിട്ട് പുള്ളിക്കാരൻ തന്നെ മെയിൻ ക്യാരക്ടർ റോൾ ചെയ്തുകൊണ്ട് ഒരു പുതിയ പടവും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒക്കെ വലിയ രീതിക്ക് ഓടിയിട്ടൊന്നുമില്ല, എങ്കിൽ പോലും ഒരു ബിഗ് സ്ക്രീനിനകത്ത് നമ്മുടെ ഫേസ് ഇട്ട് കാണിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. പുള്ളിക്കാരനെ സംബന്ധിച്ച് ഇത്രത്തോളം നേവിയിലെ ജോലി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഉപേക്ഷിച്ചതിന് ശേഷം ഈ ഒരു കണ്ടന്റ് ക്രിയേഷനിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന് ഈ സിനിമയെ കയറിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒറ്റ ചാലഞ്ച് കൊണ്ടാണ്. ഇതേ കൂട്ടി ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളെ തകർക്കണമെങ്കിൽ ഒരു സ്ത്രീ വിചാരിച്ചാൽ മതിയെന്ന് ഈ ഒരു ഒറ്റ സംഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു പുള്ളിക്കാരൻ ഈ ഒരു നാണക്കേട് കൊണ്ട്, അല്ലെങ്കിൽ നാണക്കേടെന്ന് പോട്ടെ, പുള്ളിക്കാരൻ ഈ ഒരു ഡ്രോമിൽ നിന്ന് എന്നിറങ്ങാനാണ്. ഇനി കുറേ നാളത്തേക്ക് എന്തായാലും വീഡിയോ വരത്തില്ല, ഇതിൻ്റെയൊക്കെ പുറകിൽ തന്നെയായിരിക്കും. അപ്പോൾ അത്രത്തോളം ഡിപ്രഷനിൽ വരെ പോകുന്ന സംഭവമാണ് ഈ ചേച്ചി ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിനൊക്കെ ആരനുഭവിക്കും? ചേച്ചി ഹാപ്പി ആയിരിക്കും, പക്ഷേ അഖിലനാടി പുള്ളിക്കാരൻ്റെ ഫാമിലി എന്തോരം നാണക്കേട് സഹിക്കണം. പിന്നെ ചേച്ചിയുടെ ഫാമിലി, ചേച്ചി വലിയ അത്യാവശ്യം നല്ല നിലയിൽ തന്നെ നിൽക്കുന്ന ആളാണ്. അച്ഛൻ അഡ്വക്കേറ്റും അമ്മ ടീച്ചറോ മറ്റോ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ആ ഒരു നിലയിൽ നിൽക്കുന്ന ഒരു ഹൗസാണ് ചേച്ചിയുടെ. ചേച്ചി ഒട്ടും പിന്നിലല്ല സാമ്പത്തികത്തിൽ. ഇപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ കൂടെ ഒളിച്ചോടി പോയി, പുള്ളിക്കാരൻ വലിയ സാമ്പത്തികവും ഇല്ലായിരിക്കും. എങ്കിൽ പോലും ചേച്ചി ഇപ്പോൾ കാണിച്ചിട്ടുള്ളതിനോട് നമുക്ക് യാതൊരു വിധത്തിലുള്ള യോജിപ്പ് സംഭവങ്ങളും ഒന്നുമില്ല. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു വീഡിയോയുടെ താഴെ ആണെങ്കിൽ കുറേ അധികം ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല രീതിക്ക് തെറി വിളിച്ചൊക്കെയാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ പോലുള്ള വ്യാജ ന്യൂസുകൾ അടിച്ച് പ്രചരിപ്പിക്കുന്ന എല്ലാത്തിൻ്റെ അക്കൗണ്ട് പൂട്ടണം എന്ന് തന്നെ പറയാനുള്ളൂ. ഈ അഖിലനാടിയുടെ 1-2 വീഡിയോസ് ഈ സോഷ്യൽ മീഡിയയിൽ മറ്റും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല വിഷമം തന്നിട്ടുണ്ട്. കാരണം അത്രത്തോളം കാര്യത്തോടെയാണ് ഒരു പുള്ളിക്കാരിയെ കുറിച്ച് പറയുന്നത്. സ്നേഹത്തോടെ കൂടെ എവിടെ പോയി കഴിഞ്ഞാലും കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അഖിലനാടിയെ ചതിച്ചിട്ടാണ് പുള്ളിക്കാരി ഇപ്പോൾ ഒരു ബസ് കണ്ടക്ടറിൻ്റെ കൂടെ ഓടിപ്പോയിട്ടുള്ളത്. എന്തോ പറഞ്ഞു നോക്കും. എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ രണ്ടും ഒരുമിച്ച് ഏതെങ്കിലും സിനിമയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? വരുമായിരിക്കും. ചേച്ചിക്ക് അങ്ങനത്തെ ആഗ്രഹമുണ്ടോ? ചേച്ചിക്ക് ആഗ്രഹമില്ല, ചേട്ടനാണ് ആഗ്രഹം. അപ്പോൾ നടക്കട്ടെ. അതെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. ആഗ്രഹമില്ല. ആര് പുള്ളിക്കാരൻ അത്രത്തോളം കാര്യത്തോടെ കൊണ്ട് നടന്ന് പുള്ളിക്കാരി അത്രത്തോളം സ്നേഹത്തോടെ നോക്കി ഒന്നിന് കുറവില്ലാതെ കൊണ്ട് നടന്നെയാണ്. ഓക്കെ, കൂടുതലായിട്ട് വീട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊന്നും നമുക്കറിയത്തില്ലായിരിക്കും. പക്ഷേ ഈ സോഷ്യൽ മീഡിയ കൂടെ കണ്ടുവരുന്നത് നമുക്ക് അനുസരിച്ച് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, പുള്ളിക്കാരൻ നല്ലോണം തന്നെ ആ ചേച്ചിയെ നോക്കുന്നുണ്ട്. ആഗ്രഹമില്ല. എന്നാലും പുള്ളിക്കാരൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗ്യമാണ്, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കത് ആഗ്രഹം ഉണ്ടെന്നാണ്. പുള്ളിക്കാരത്തെ വെച്ചോ പുള്ളിക്കാരി പറയും എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് പുള്ളിക്കാരനോട് ആഗ്രഹമില്ല, എനിക്ക് ബസ് കണ്ടക്ടറിൻ്റെ കൂടെ ഒരു പടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. മണമുള്ള പൂന്നുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എൻ്റെ മനസ്സൊന്നുള്ളി പാട്ടും കൂടെ ഇട്ടുകൊണ്ട് ചേച്ചി ചെയ്യും. ഉറപ്പാ ചേച്ചി സിനിമ ചെയ്യുക തന്നെ ചെയ്യും. സത്യം പറഞ്ഞ് ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നത്? എങ്ങനെ ചേച്ചി എങ്ങനെ കുറ്റം പറയാതിരിക്കാൻ പറ്റും? നിങ്ങൾ പറ. വേറൊരു വീഡിയോ കാണിച്ചു തരാം. ചേച്ചി ആദ്യമായിട്ട് ചേട്ടന്റെ സ്ക്രീനിൽ കാണുന്നല്ലേ, ഇല്ലേ ബിഗ് സ്ക്രീനില്? എങ്ങനെയുണ്ടായിരുന്നു ചേട്ടൻ? ഇഷ്ടമല്ലേ? ചേട്ടൻ എന്താ പറയുന്നത്? ആദ്യം ഇങ്ങനെ സിനിമ മെയിൻ ക്യാരക്ടറായിട്ട് ഒരു സിനിമ ഇറങ്ങിയേക്കാണെങ്കിൽ സന്തോഷം. ഞാനെല്ലാം വേറെ എന്ത് പറയാം. സംഭവിച്ചത് ഇത് നമ്മളല്ല പറഞ്ഞു. ഞാൻ എത്ര പറഞ്ഞ കാര്യമില്ല, കാണുന്ന ആൾക്കാരല്ല പറയുന്നത്. നിങ്ങൾ പറഞ്ഞ എന്ത് ഫീൽ ചെയ്ത് കണ്ടിരുന്നു? ഓക്കെ, അതിലൊക്കെ പുള്ളിക്കാരനെ അത്യാവശ്യം പൊക്കി പറയുന്നുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം സ്ക്രീനിൽ കാണുന്നത് വളരെ സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബൈറ്റ് ലോക്കൽ മീഡിയക്ക് ബൈറ്റ് കൊടുക്കുമ്പോഴേ ചേച്ചി ആലോചിക്കുന്നത് ഏത് സമയം ബസ് കണ്ടക്ടറിൻ്റെ കൂടെ ഇറങ്ങിപ്പോകാം. ഈ ഒരു പ്ലാനിങ്ങിലാണ് ചേച്ചി നിൽക്കുന്നത്. CCTV അടക്കമാണ് വന്നിട്ടുള്ള നിരവധി ആളുകൾ റിയാക്ഷൻ ചാനൽസിന് എല്ലാം മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് ആ വീടിൻ്റെ സൈഡിലൊക്കെ ഉള്ളവർ, അവരുടെ വീടിൻ്റെ അവരൊക്കെ എന്തോ ഒരു സന്തോഷത്തിലാണ് ഇത് പറയുന്നതെന്ന് നിങ്ങൾ കേൾക്കണം. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആപത്തിൽ നിൽക്കുമ്പോൾ അവരെ കുത്തി നോവിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരാണ് ഇവരൊക്കെ. ഇനി വേറൊരു വീഡിയോ ഉണ്ട്, അതുകൂടെ നിങ്ങളൊന്ന് കാണാം. പുള്ളിക്കാരൻ അഖിലനാടി പുള്ളിക്കാരൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഓന്റെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് ഒരു ഹൈപ്പ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ലക്ക് എന്ന് പറയും. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ സിനിമയിലേക്ക് വന്നതൊക്കെ. എങ്ങനെയാണ് വൈഫിനെ കുറിച്ച് എങ്ങനെ സപ്പോർട്ടീവ് ആണോ കാര്യങ്ങളൊക്കെ? സപ്പോർട്ട് ചെയ്യുമല്ലോ, എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. വീഡിയോസ് എടുക്കാനും സപ്പോർട്ടാണ്. സിനിമയ്ക്കായാലും അവളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. കല്യാണം 2 വർഷം 3 വർഷമായില്ലേ? ഇല്ല, 2 കൊല്ലം ആവുന്നുള്ളൂ.
കൊള്ളാം, ചേച്ചിയുടെ ആഗ്രഹം അങ്ങ് സഫലമായല്ലോ. പുള്ളിക്കാരെ പാവം പറയുന്ന കേട്ടില്ല. ആ ചേച്ചിയെ പറ്റി പറയുമ്പോൾ 100 നാവാ പുള്ളിക്കാരൻ. അത്രത്തോളം സപ്പോർട്ടീവ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സപ്പോർട്ടീവായിട്ട് പുറം നടന്നിട്ട് കൂടെ നടന്ന കട്ടപ്പയുടെ പരിപാടി കാണിക്കുന്ന ഇതേ കൂട്ടുള്ള ചേച്ചിമാരെ എന്തോ പറഞ്ഞു നോക്കൂ. നിങ്ങൾ തന്നെ പറ. ഈ സഹലെ പോലുള്ളവരൊക്കെ ഇങ്ങനെ തന്നെയാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. സഹല ഇപ്പം വന്നതിന് ശേഷം ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട് എനിക്ക് പറ്റിയത് അബദ്ധമാണെന്ന്. ഇതേ അവസ്ഥ ഇവിടെ ഉണ്ടാവാതിരുന്ന എന്തായാലും കൊള്ളാം. അഖിലനാടിയെ പോലുള്ള വലിയൊരാളിനെ ഉപേക്ഷിച്ച് കണ്ടക്ടറിന്റെ കൂടെ പോയിട്ടുള്ള ഈ ചേച്ചി എത്ര നാൾ കണ്ടക്ടറിന്റെ കൂടെ നിൽക്കുന്നു എന്നും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്രയും കണ്ടപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്കും ചെയ്യുക. ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്ത് പഠിച്ച നല്ല ടോപ്പിക്കാണ്. കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ. ഞാൻ സ്ട്രേറ്റ് പോകാം. അടുത്ത നല്ല ടോപ്പിക്കാണ്. എല്ലാവർക്കും ബൈ.